വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൂൾ റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാരങ്ങ സർബത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ നാരങ്ങ സർബത്തെന്നോ ഇല്ലെങ്കിൽ ലെമൺ സ്ക്വാഷ് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ 25 ലെമൺസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഉണ്ടാക്കണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കുറച്ചാൽ മതിയാവും. അപ്പോൾ എല്ലാ ലെമണും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ലെമണിൻ്റെ നീര് മുഴുവൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഏകദേശം 100 ഗ്രാമോളം ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ഒരു 1/4 ഗ്ലാസോളം വെള്ളത്തിലേക്ക് ഈ ഇഞ്ചി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് കുറച്ച് നേരത്തേക്കിന് കുതിരാൻ വേണ്ടി വയ്ക്കാം. ഇനിയും ഒരു സോസ് പാനിലേക്ക് 1.25 കിലോയോളം പഞ്ചസാര ചേർക്കുക. നിങ്ങൾക്ക് ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 കപ്പോളം വെള്ളം ചേർക്കുക. ഇനി നമുക്കിത് സ്റ്റൗവിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി മിക്സ് ചെയ്യാം. ഷുഗർ നന്നായിട്ട് അലിഞ്ഞ് നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായി തിളച്ചു വരുന്നവിടം വരെയും നന്നായി മിക്സ് ചെയ്യാം. ഷുഗറെല്ലാം നന്നായി മെൽറ്റായി ഷുഗർ സിറപ്പ് നന്നായിട്ട് തിളച്ചു വന്നു. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് സ്റ്റൗവ് ഓഫ് ചെയ്യാം. സോ നമ്മൾ കുതിരാൻ വേണ്ടി വെച്ചിരുന്ന ഇഞ്ചിയുടെ വെള്ളം നന്നായി കുതിർന്നു വന്നു. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഇഞ്ചിനീര് മുഴുവൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കാം. കാരണം ഇതിൻ്റെ അടിയിലൊരു മട്ട് പോലുണ്ടാവും, അത് നമുക്ക് കളയണം. സോ നമ്മുടെ പഞ്ചസാര പാനി നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഒരരിപ്പ വെച്ചിട്ട് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരുന്ന നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീര് മുഴുവൻ അരിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ മട്ടടിയാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന ഇഞ്ചിയുടെ നീര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നീരും മട്ടും രണ്ടായി വരാൻ വേണ്ടിയാണ് നമ്മൾ 10 മിനിറ്റത്തേക്ക് ഇത് മാറ്റി വയ്ക്കുന്നത്. ഈ മട്ട് നമുക്ക് ആവശ്യമില്ല, ഇത് നമുക്ക് കളയാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പ്രാവശ്യവും കൂടെ നന്നായിട്ട് അരിച്ചെടുക്കാം. കാരണം ഇതിൻ്റെ അകത്ത് വല്ല മട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കളയാൻ വേണ്ടിയാണ്. സോ നമ്മുടെ സർബത്ത് ഇവിടെ റെഡിയായി. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുമ്പം നമ്മൾ നാരങ്ങയൊന്നും പിഴിഞ്ഞ് സമയം കളയണ്ട. പെട്ടെന്ന് നമ്മുടെ ഈ സർബത്തും ഇതിലേക്ക് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ സോഡയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ വേനൽക്കാലത്ത് നല്ല ഉച്ച സമയത്തൊക്കെ കുടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇനി നമുക്ക് സർബത്ത് ഗ്ലാസ്സുകളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ്സിലും 1/4 ഗ്ലാസ്സോളം സർബത്ത് ചേർക്കുന്നുണ്ട്. ബാക്കി നമുക്ക് വെള്ളമോ സോഡയോ ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് സോഡയാണ് ചേർക്കുന്നത്. സോഡ ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളമാണെങ്കിലും ചേർത്താൽ മതി. പക്ഷേ സോഡ ചേർക്കുമ്പോൾ ഇച്ചിരി കൂടി ടേസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ കസ്കസ് ഉണ്ടെങ്കിൽ കസ്കസും ചേർക്കാവുന്നതാണ്. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. കസ്കസൊക്കെ ചേർക്കുമ്പം കുറച്ചുകൂടി ടേസ്റ്റാണ്. അതുപോലെ തന്നെ കാണാനും നല്ല അട്രാക്റ്റീവായിട്ടിരിക്കും.
ഞാൻ ഇടയ്ക്ക് പറയാൻ മറന്നുപോയി, നിങ്ങൾ സോഡ പകുതി ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ചെയ്യണം. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വരും. പിന്നെ നമ്മുടെ സർബത്ത് കാണാൻ രസത്തിന് വേണ്ടി ഞാൻ 2 നാരങ്ങ ചെറുതായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഗ്ലാസിൻ്റെ സൈഡിലോട്ടൊന്ന് വെക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, ഞാൻ ചുമ്മാ കാണാൻ രസത്തിന് വേണ്ടി ഇങ്ങനെ വെക്കുന്നതെന്നേ ഉള്ളൂ. സോ നമ്മുടെ നാരങ്ങ സർബത്ത് ഇവിടെ റെഡിയായി. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. സോ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ലവ് യു ഓൾ.